ഈശോയിൽ പ്രിയപ്പെട്ടവരെ, മിശിഹായ്ക്ക് സാക്ഷ്യം നൽകുക എന്നത് ജീവിതത്തിൽ പ്രതിസന്ധി നിറഞ്ഞ ഒന്നാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഈശോയോടുള്ള ബന്ധം പുലർത്താൻ സാധിക്കുന്നത് ഒരു ചോദ്യചിഹ്നമാണ്. അത് പുറത്തേക്ക് എത്രത്തോളം പ്രസരിപ്പിക്കാൻ കഴിയുന്നത് ചിന്താവിഷമാണ്. പലപ്പോഴും സുവിശേഷം പ്രഘോഷിക്കാൻ നമ്മൾ ഒരുപാട് തന്ത്രപ്പാടുകൾ അനുഭവിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മളെല്ലാവരും പാപികളാണ്. ദൈവം പരിശുദ്ധനും സത്യവാനും വർണ്ണനകൾക്ക് അതീതനുമാണ്. തന്റെ പരിശുദ്ധിയിലേക്ക് നമ്മെ ഉൾച്ചേർക്കാൻ തീവ്രമായി പ്രയത്നിക്കുന്ന ഒരാളാണ്. ഈ സ്ഥിതിയിൽ നമ്മളുടെ ശ്രമങ്ങളെല്ലാം പരിശുദ്ധ ത്രിത്വത്തോട് ഒന്നായി തീരാൻ എന്നതിനു വേണ്ടിയാണ്. ഇവിടെയാണ് 12 അപ്പസ്തോലന്മാർ നമുക്ക് പ്രചോദനവും മാതൃകയാകുന്നത്. അവരുടെ ജീവിതത്തിലെ ഒരുപാട് കുറവുകളും ബോധ്യങ്ങളും അനുഭവങ്ങളും നിൽക്കുമ്പോഴും ദൈവം അവരെ തെരഞ്ഞെടുത്ത് തങ്ങളുടെ ശൂന്യത മനസ്സിലാക്കിയ അവർ യഥാർത്ഥത്തിൽ സത്യദൈവമായ ഈശോ മിശിഹായെ ഹൃദയം കൊണ്ട് അംഗീകരിക്കുകയും അതരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്തു. അങ്ങനെ ദൈവത്തെ പരിപൂർണമായി ദാരിദ്ര്യം കൊണ്ട് പുണർന്ന അവർക്ക് ദൈവം തന്റെ ജ്ഞാനത്തിന്റെ സമ്പത്ത് തുറന്നു നൽകും. നമ്മളും വിളിക്കപ്പെട്ടു. പക്ഷെ ഏത് സ്ഥിതിയിലാണോ അതിൽ നിന്ന് മുന്നോട്ട് വരാൻ ദൈവത്തെ പൂർണ്ണമായി ആശ്രയിക്കാൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. ഇന്ന് 12 അപ്പസ്തോലന്മാരുടെ തിരുനാളിൽ നമ്മൾ നമ്മെ തന്നെ പരിശോധിക്കുമ്പോൾ സജീവനായ ദൈവത്തെ കണ്ടും കേട്ടും തൊട്ടും രുചിച്ചും അനുഭവിച്ചറിഞ്ഞ അവരുടെ ജീവിത മാതൃക നമുക്ക് വലിയ പ്രചോദനമാണ്. കാരണം ഒരു കാലത്ത് ഇന്നും നമ്മൾ ജീവിച്ചതുപോലെ ജീവിച്ചതും എന്നാൽ പരിശുദ്ധനായ ദൈവത്തെ തന്റെ സമർപ്പണ മൂലം അറിഞ്ഞ അന്ന് മുതൽ ആ ദൈവത്തിന്റെ പരിശുദ്ധിയിൽ ഉൾച്ചേരാൻ ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്ന അവരുടെ മാധ്യസ്ഥം നമ്മൾക്ക് തേടാം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കുറവുകളും ഒരുപാട് വാശിയും വിഷമവും സത്യവും അസത്യവും എല്ലാം നിലനിൽക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമാണ് ഇതെല്ലാം അതിജീവിക്കാൻ കഴിയുന്നത്. എന്നാൽ എല്ലാറ്റിനും ഉപരി നമ്മെ പൂർണ്ണതയിലെത്തിക്കുന്ന ദൈവത്തിന്റെ മഹത്വം, തിരുമനസ്സിനോടുള്ള എല്ലാ സമയത്തെ വിധേയത്വവും അപ്പസ്തോലന്മാരുടെ ജീവിതം നമ്മുടെ മുൻപിൽ ഒരു വെല്ലുവിളിയാണ്. നമ്മൾക്ക് പൂർണ്ണ ഹൃദയത്തോടെ സ്വതന്ത്ര മനസ്സോടെ ഈശോയിൽ പ്രത്യാശ വെച്ചുകൊണ്ട് നമ്മുടെ ശ്രമത്തെയോ നമ്മുടെ കഴിവിനെയോ ഒന്നിനെ ആശ്രയിക്കാൻ, എന്റെ കർത്താവെ നിന്റെ കൃപ കൊണ്ടല്ലാതെ എനിക്ക് പൂർണ്ണനാകാൻ കഴിയില്ല എന്ന യഥാർത്ഥ്യം ഉൾക്കൊണ്ട് അപ്പസ്തോലന്മാരെന്ന പോലെ അനുഗമിക്കാൻ ഇടയാകട്ടെ. ലോകത്തേക്ക് നോക്കുമ്പോൾ ഒരുപാട് ദേവന്മാരുണ്ടെങ്കിലും ഏക ദൈവം ഈശോ മിശിഹ ആണെന്ന് അറിയുന്നു. അപ്പസ്തോലന്മാരുടെ ജീവിത രീതിയും അപ്പസ്തോലന്മാരുടെ പാരമ്പര്യവും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ഐക്യവും വിശ്വാസ സത്യവും അത് നമ്മുടെ മുമ്പിൽ ജീവിക്കുന്ന സാക്ഷ്യമായി നമ്മളുടെ മുമ്പിൽ തെളിയട്ടെ. ഈശോയെ, നിന്റെ കൃപ കൂടാതെ എനിക്ക് അപ്പസ്തോലന്മാരെ പോലെ അനുഗമിക്കാൻ കഴിയില്ല എന്ന് കർത്താവിന്റെ കൃപയും അവിടുത്തെ ജ്ഞാനവും അവിടുത്തെ ശക്തിയും കൊണ്ട് മാത്രം സാത്താന്റെ പ്രകോപനത്തെയും ദൈവത്തിന്റെ കരം കൊണ്ട് അതിനെയെല്ലാം അതിജീവിക്കാൻ കഴിയട്ടെ. ഏവർക്കും ഓഷ്യൻ സ്റ്റാർ മിനിസ്റ്ററിയിൽ നിന്ന് 12 അപ്പസ്തോലന്മാരുടെ പെരുന്നാൾ ആശംസകൾ.